ഞാൻ ഇതേപോലെ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വായിക്കുന്ന ഒരു ബുക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ അതേ ബുക്കിൻ്റെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൊരു ഭാഗമാണ്. സോ ഇതിലെപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാ പോസ്റ്റും ഒരു പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ പെർഫെക്റ്റ് ആവില്ല ഒന്നും. സോ 90% ഓഫ് എവറിത്തിങ് ഈസ് സ്ക്രാപ്പ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കറിയില്ല നമ്മുടെ ഏത് പോസ്റ്റായിരിക്കും എന്താ പറയുക ക്ലിക്കാവുക, ഏതാണ് ഗുഡ്, ഏതാണ് നന്നല്ലാത്തത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ അതെങ്ങനെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. സോ അവരുടെ റിയാക്ഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നീഷിലുള്ള ആൾക്കാർ, ഡിസൈനേഴ്സ് ആവാം, ക്ലയൻസ് ആവാം, ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് വെച്ചിട്ടാണ് നമ്മുടെ കണ്ടൻറ്റ് ഗുഡാണോ ബാഡാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ ഇതിൽ പൊതുവേ ആൾക്കാർ കണ്ടൻറ് ക്രിയേഷൻ, അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് ടൈമില്ല എന്നുള്ള കാര്യം. എല്ലാവർക്കും ഒരേ ടൈമാണുള്ളത്. ഇതിലേറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ, ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ കാര്യത്തിലും അത് ഇതിലെന്താ വീഡിയോ ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പെർഫെക്ഷൻ അല്ലാതെ കണ്ടൻറ്റ് എങ്ങനെ കൺവേ ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ നോക്കാറ്. അപ്പോൾ നമ്മൾ ലുക്ക് ഫോർ ഇറ്റ്, പ്ലീസ് ലുക്ക് ഫോർ ഇറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കിട്ടും. നമ്മളിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആക്കാനും എല്ലാ ഗാഡ്ജറ്റും സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് നിന്നാലൊന്നും നമുക്കിത് മുന്നോട്ട് പോവില്ല. സോ പ്ലീസ് ഡു പേഴ്സണൽ ബ്രാൻഡിങ്. നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കുക, വീഡിയോസ് ഉണ്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.